ചത്തിട്ടുണ്ടാവോ? സാറേ തൊപ്പി. അതെ, ഈ ഐസു എവിടെ? റൈറ്റില്ല. സാറേ വക്കച്ചന്റെ മക്കളുണ്ടല്ലോ, വിവരിക്കേണ്ട കൂമ്പരാൻ കേട്ടോ. വളരെ നന്നായി, പൊളിച്ചെടുക്കാം. വാ. അതെ, ഈ ഐസി കിടക്കുന്ന സാറിന്റെ അമ്മാവനാണ്. എന്താണ് അങ്ങനെ ചോദിക്കാൻ? അല്ല, സാറിന്റെ തിടുക്കം കണ്ടിട്ട് ചോദിച്ചതാ. സാറേ, സാറൊരു SI ആണ്, അതിന്റെ പവർ കൈവിടല്ലേ? അങ്ങനെയാണോ? എന്നാ കണ്ടോ. ഇവിടെ വരി. സാറൊന്ന് പോ സാറേ, ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഈ വകുപ്പ് ഏതാണെന്നറിയാലോ? 307 കുടുംബത്തിനകത്ത് അതിക്രമിച്ച് കയറിയിട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമം. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ആരെയാണ് സംശയം? സാറിന്റെ കാര്യം നോക്കിപ്പോ ഞങ്ങളുടെ അപ്പനിട്ട് തോണ്ടിയത് ഏത് കഴിവരുടെ മക്കളായാലും ഇന്നു മുതൽ അവന്മാരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ്. ഏയ്, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കുണ്ടാമട്ടിക്ക് നിൽക്കണ്ട. ഇവിടെ നിയമം കയ്യിലെടുക്കാൻ ഞാനുണ്ട്, അറിയാലോ. ഞാൻ ഒരു സംഭവമാണ്. അവരെത്ര പേരുണ്ടായിരുന്നു? അതെ, എണ്ണാൻ സമയം കിട്ടിയില്ല. പിന്നെ എണ്ണൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. ആദ്യം ചെയ്തിട്ട് രാവിലെ സ്റ്റേഷനിൽ വന്നിട്ട് പരാതി എഴുതി കൊടുക്കും. ഇതിന്റെ പിന്നാമ്പുറത്ത് കളിച്ചത് ഏത് യവനാണെങ്കിലും ശരി, അവനെ ഞാൻ 2 ദിവസം കൊണ്ട്, നീ എണ്ണം പിടിച്ചോ, 24, 24, 48 മണിക്കൂർ കൊണ്ട് കൂമ്പിനടിച്ച് അകത്തിട്ടിരിക്കും. അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടി പറയാണ്, ഞാൻ ഒരു സംഭവമാണ്. ഭാഗ്യരാജ് സാറേ, ഞങ്ങൾക്ക് അത്ര സമയമൊന്നും വേണ്ട, 12 മണിക്കൂർ മതി. തന്നെ? അപ്പൊ നിങ്ങളൊരു സംഭവമാണ്. തൽക്കാലം സാറ് പോ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. അതെ, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് എഴുതി തരീ. കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടത്തിലാണ്, തമാസല്ല. ഡോ, ഈ SI സാറിനെ കുറച്ച് ഇംഗ്ലീഷ് സിനിമയുടെ CD കാണിച്ചു കൊടുക്ക്. അതെന്തിനാണ് കേട്ടാ? പെട്ടെന്ന് വാ, അടുത്ത കേസ് വെയിറ്റിംഗ് ആണ്. ഒരു കുത്ത് കിട്ടിയിട്ടാണ് ഇത്ര അഹങ്കാരം. അപ്പോൾ ഒരു 10-15 കുത്ത് കിട്ടിയിരുന്നെങ്കിലോ അവൻ ഈ നാട് കൂട്ടിച്ചോറാക്കിയേനെ. ഈ പട്ടിയുടെ വാല് 12 കൊല്ലം കൊല്ലിട്ട എന്താ സംഭവിക്കാന്ന് അറിയാലോ. എന്ത് ചെയ്യാൻ? ഒരു കാര്യം ചെയ്യാം, ആ കോഴിൽ 5-6 തുളയിട്ട് നമുക്ക് ഫ്രൂട്ട് വായിച്ചാലാ. അതെങ്ങനെയുണ്ട്? നീ എവിടുത്തെ പോലീസുകാരനാണ്? അല്ലെങ്കിൽ തന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് തമാശയാണ്. ഞാൻ പട്ടിയുടെ വാലിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അല്ല സാറേ, ഈ പട്ടി കുഴൽ വാല് പഴയ ഒരു ബന്ധമുണ്ടല്ലോ. ഞാൻ പറഞ്ഞതാ. അല്ല മണി സാർ, അവൻ എന്തിനാണ് ഇംഗ്ലീഷ് പടത്തിന്റെ CD എന്നെ കാണിക്കണമെന്ന് പറഞ്ഞത്? അത് സാറി അടൻസുള്ളി പടത്തിന്റെ ആളാണെന്നുള്ള കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടാവും. അവനെന്താണ് പ്രാന്താണ്? എന്തിനാണ് CD കാണുന്നത്? കംപ്ലീറ്റ് സാധനങ്ങൾ ഇതിനകത്ത് ഇരിക്കല്ലേ. ടെക്നോളജി മാറിയിട്ടും തലയിൽ വെളിച്ചം വരാത്ത വിവരദോഷി. വണ്ടി ഇടുക്കി.